നിങ്ങൾ അൺലിമിറ്റഡ് 5G കിട്ടാൻ വേണ്ടി ഒരു ദിവസം 2 Gbps വില കൂടിയ പ്ലാൻ എടുത്തു. എന്നാൽ 5G ആണ് അവിടെ കാണിക്കുന്നതെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഡൗൺലോഡോ അപ്ലോഡോ ചെയ്ത ശേഷം നിങ്ങൾക്ക് മെസ്സേജ് വരുന്നു ഇന്നത്തെ ഡെയിലി ലിമിറ്റിലെ 50% തീർന്നു എന്ന്. ഇത് മെയിനായും സംഭവിക്കുന്നത് എയർടെൽ യൂസേഴ്സിനാണ്. സോ ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൂട്ടി അൺലിമിറ്റഡ് 5G കിട്ടാനുള്ള പ്ലാൻ എടുത്തിട്ടും എന്തുകൊണ്ട് 5G കാണിച്ചിട്ടും എൻ്റെ 4G ഡേറ്റ തീരുന്നു? ശരിക്കും അവർ നമ്മളെ പറ്റിക്കുകയാണോ? ഇന്ത്യയിൽ 2 തരം 5G ആണുള്ളത്. ഒരെണ്ണം സ്റ്റാൻഡ് അലോൺ 5G അഥവാ ട്രൂ 5G, രണ്ടാമത്തേത് നോൺ സ്റ്റാൻഡ് അലോൺ 5G അഥവാ 4Gയെ 5G ആക്കി കൺവേർട്ട് ചെയ്തത്. സ്റ്റാൻഡ് അലോൺ 5G ഇന്ത്യയിൽ ഇപ്പോൾ ജിയോയ്ക്ക് മാത്രമേ ഉള്ളൂ. സോ ഒരു ജിയോ സിമ്മാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അവിടെ 5G ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡേറ്റ അത് മുഴുവനും 5G തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രശ്നക്കാരൻ നോൺ സ്റ്റാൻഡ് അലോൺ 5G ആണ്. ഒരു ട്രൂ 5G നെറ്റ്വർക്ക് കൊണ്ടുവരണമെങ്കിൽ എല്ലാ ടവറുകളും 5Gയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് ഒരുപാട് സമയവും എടുക്കും, ഇൻഫ്രാസ്ട്രക്ചറും വേണം, പൈസയും വേണം. എന്നാൽ പെട്ടെന്ന് 5G റോൾ ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു പരിപാടി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള 4G ടവറുകളിൽ 5G എക്യുപ്മെന്റുകൾ വെച്ച് ഓൾറെഡി ഉള്ള 4G ഉപയോഗിച്ച് അതിനെ 5G ആക്കി മാറ്റാൻ പറ്റും. അതായത് കണ്ടു കഴിഞ്ഞാൽ 5G ആയിട്ട് തോന്നുമെങ്കിലും സകലമാന മാനേജ്മെന്റ് പരിപാടികളും ചെയ്യുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള 4G നെറ്റ്വർക്ക് ആയിരിക്കും. ഇനി ഇവിടെയാണ് സംഭവങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. നിങ്ങളുടെ ഫോണിൽ 4G എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന സകലമാന ഡേറ്റയും പോകുന്നത് 4Gയിൽ നിന്നുമാണ്. ക്ലിയർ, സ്ട്രെയിറ്റ് ആൻഡ് ഫോർവേഡ്. പക്ഷേ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ 5G ആണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആക്ച്വലി 4Gയിലാണ് സ്റ്റേബിൾ ആയി കണക്ട് ആയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ടവറിൽ 5G എക്യുപ്മെന്റ് ഉണ്ട്. സോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5G യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ കണക്ട് ആയിരിക്കുന്നത് 4Gയിലാണെങ്കിലും നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്ന ഐക്കൺ 5Gയുടേതായിരിക്കും. അത് ഇത്തരത്തിലുള്ള ഔട്ട്ലൈൻ ഇട്ട ഐക്കൺ ആയിരിക്കും. സോ ഔട്ട്ലൈൻ ഇട്ട ഐക്കൺ ആണ് നിങ്ങളുടെ ഫോണിലുള്ളതെങ്കിൽ ആ സമയത്ത് ഹെവി ആയിട്ട് ഡേറ്റ വേണ്ട ടാസ്കുകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ 4Kയിൽ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ സ്ട്രീം ചെയ്യുന്നു, ലാർജ് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ 5Gയിലേക്ക് റൂട്ട് മാറ്റി വിടാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്ന് നമ്മളെ അറിയിക്കുക മാത്രമാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഹൈബ്രിഡ് കാർ വാങ്ങിച്ചു, മോസ്റ്റ് ഓഫ് ദ ടൈം കാർ ഓടിക്കുന്ന സമയത്ത് ഇലക്ട്രിക്കലാണ് പോകുന്നത്. പക്ഷേ കുത്തനെയുള്ള ഒരു കയറ്റം വരുന്ന സമയത്ത് നിങ്ങളുടെ പെട്രോൾ എഞ്ചിൻ ഓണായി നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ പുഷ് തരില്ലേ? അതേപോലെയാണ് ഈ കാണിക്കുന്ന 5G വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം 4G നെറ്റ്വർക്കിൽ തന്നെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. ആ ഒരു 5G അവിടെ കാണിക്കുന്നുണ്ടെങ്കിലും 4G ഡേറ്റ അവിടെ ഉപയോഗിച്ചേക്കാം. എന്നാൽ ചില സമയത്ത് നിങ്ങളുടെ 5G ഐക്കൺ ഇത്തരത്തിലായിരിക്കും. ഔട്ട്ലൈൻ മാറി ഫുൾ സോളിഡ് ആയിട്ട്. ഇതിന്റെ അർത്ഥം നോൺ സ്റ്റാൻഡ് അലോൺ 5Gയിൽ നിങ്ങളുടെ ഫോൺ ഇപ്പോഴും 4G നെറ്റ്വർക്കിൽ തന്നെയാണ് സ്റ്റേബിൾ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ 4G നെറ്റ്വർക്ക് നിങ്ങൾക്ക് കോളുകൾക്കും SMS-കൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും നിങ്ങൾ കറന്റ്ലി ചെയ്യുന്ന ഹെവി ആയിട്ടുള്ള ടാസ്കുകൾ 5G കൂടെയാണ് റൂട്ട് ചെയ്ത് വിടുന്നത്. സോ ബാക്കിയുള്ള ഡേറ്റ എല്ലാം 5Gയിൽ തന്നെയാണ് പോകുന്നത് എന്നുമാണ്. സോ ഈ സമയത്ത് നിങ്ങളുടെ 4G ഡേറ്റ അല്ല പോകുന്നത്, മറിച്ച് പൂർണ്ണമായും നിങ്ങളുടെ 5G ഡേറ്റയാണ് പോകുന്നത്. ആൻഡ് ഈ പോകുന്ന 5G ഡേറ്റയാണ് നിങ്ങൾക്ക് ട്രൂലി അൺലിമിറ്റഡ്. അതുകൊണ്ട് ഈ അൺലിമിറ്റഡ് 5G എന്ന് പറയുന്നൊരു സ്കാം ആണോ എന്ന് ചോദിച്ചാൽ സ്കാം അല്ല. കാരണം ഈ പർട്ടിക്കുലർ ഐക്കണിലാണെങ്കിൽ നിങ്ങൾ 5G എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അത് കിട്ടും. പക്ഷേ ഇങ്ങനെ ഒരു ഐക്കൺ വ്യത്യാസം വരുന്നുണ്ട് എന്നും ഇത്തരത്തിലാണ് ഈ നോൺ സ്റ്റാൻഡ് അലോൺ 5G നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആൾക്കാർക്ക് അധികം അറിയാമോ? ഇല്ല. ആ ഒരു അറിവില്ലായ്മ കാരണം നിങ്ങളുടെ ഫോണിൽ 5G എന്ന് കാണുമ്പോൾ തന്നെ അൺലിമിറ്റഡ് ആണ് എന്ന് വിചാരിച്ച് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന നിങ്ങളുടെ 4G ഡേറ്റ തീർന്നു പോവുകയും ഞാൻ 5G അൺലിമിറ്റഡ് ചെയ്തിട്ടും എൻ്റെ 4G പോകുന്നു, എന്നെ പറ്റിക്കുകയാണോ എന്ന തോന്നൽ വരികയും ചെയ്യുന്നത്. ആൻഡ് ഇത് NSA 5Gയുടെ ഒരു പ്രശ്നമാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഡേറ്റ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ എല്ലാ ഫോണുകളിലും ഈ ഐക്കൺ മാറി എന്ന് കാണില്ല. വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇത് ചെക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നെറ്റ് മോൺസ്റ്റർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 5G കാണിക്കുന്ന സമയത്ത് അതിനകത്ത് കാണിക്കും നിങ്ങൾ കണക്ട് ചെയ്തേക്കുന്ന ടവർ ആക്ച്വലി 5G ഡാറ്റയാണോ യൂസ് ചെയ്യുന്നത് അതോ 4G കൂടെയാണോ എന്ന്. അപ്പോൾ അതിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആൻഡ് ആൻഡ്രോയിഡ് ഫോണിൽ പവർ സേവിംഗ് മോഡ് നിങ്ങൾ ഇടുമ്പോൾ 5G കൂടുതൽ പവർ കൺസ്യൂം ചെയ്യും എന്നുള്ളതുകൊണ്ട് ഈ ഒരു സ്മാർട്ട് 5G അഥവാ 5G കാണിക്കും, വേണ്ടപ്പോൾ മാത്രം 5G ഉപയോഗിക്കും എന്ന മോഡിലേക്ക് മാറുകയും ആ സമയത്തും ഈ അൺലിമിറ്റഡ് കിട്ടാത്ത പ്രശ്നം വരും. ഇനി ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ 5G ഓട്ടോ ആണ് ഇട്ടിരിക്കുന്നതെങ്കിലും ഇതേപോലെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി നോർമൽ ടൈംസിൽ 4G ഉപയോഗിക്കുകയും ഹെവി ടാസ്കുകൾക്ക് വേണ്ടി മാത്രം 5G യൂസ് ചെയ്യുകയും ചെയ്യും. ആ സമയത്തും നിങ്ങളുടെ അൺലിമിറ്റഡ് 5G ഉപയോഗിക്കാതെ 4Gയിലേക്ക് മാറും. സോ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊഴിൽ ബെല്ലേക്ക് ഇത് ഓൺ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.